ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ധന്യമാകുന്ന തിരുനാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിലൂടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദൈവം നൽകിയ ഒരു നിയോഗപ്രകാരം 52 ദിവസമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവശബ്ദത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ 16 സെഷനുകൾ കടന്നുപോയി. 17ാമത്തെ രാത്രിയിലും നമ്മളായിരിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിലും വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഈ ദിവസത്തിൽ ഈ 52 ദിവസത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു യാത്രയിലാണ്. ഒരു യാത്ര നടക്കുന്ന സമയത്ത് നമ്മളൊരു ട്രാവലിങ്ങിന് പോകുമ്പോൾ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ട്രാവലിങ് നടക്കുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്നത്, അല്ലേ? പല അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവങ്ങളൊക്കെ ചിലത് നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം തരും. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പല അനുഭവങ്ങളുണ്ടാവും. മനസ്സിന് ഭയങ്കര അതിശയം ഉണ്ടാക്കാറുണ്ട്. പല എക്സ്പീരിയൻസുകളാണ് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നത്. ഇതേപോലെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ സ്പിരിച്വലിൽ, ആത്മമണ്ഡലത്തിൽ, പ്രാർത്ഥനയ്ക്കകത്ത് ഒരു യാത്രയിലാണ്. 52 ദിവസത്തെ യാത്ര. ഇത് പലരുടെയും വ്യക്തിപരമായ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാക്കും. പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതശൈലിയിൽ, ഇതിലെല്ലാത്തിലുമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രസൻസുകൾ, അന്തരീക്ഷങ്ങൾ, ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളാക്കി കൊല്ലങ്ങളായി നടക്കാതെ പോയ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് നമ്മളായിരിക്കുന്നത്. നിങ്ങൾ ദയവായി ദിവസങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിങ്ങുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങളെപ്പോഴും ഇതിനെ അകത്ത് ജോയിൻ ചെയ്യുക. അത് നമ്മുടെ വീടിനകത്ത് വ്യക്തിപരമായും എല്ലാം വലിയ വിടുതലുകൾ, വ്യത്യാസങ്ങൾ, അനുഗ്രഹങ്ങൾ ആയിത്തീരുവാനിടയാകും. കർത്താവ് നമ്മളെ എല്ലാവരെയും ഈ രാത്രിയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ രാത്രിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൂതാണ് റെസ്റ്റോർ ആൻഡ് റീബിൽഡ്. നമ്മുടെ ജീവിതത്തിൽ ചിലത് കർത്താവിനാൽ പണിയപ്പെടുക എന്നുള്ളൊരു ദൂതുകളാണ് നമ്മൾ അഭിഷക്തന്മാരിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ പണിയപ്പെടേണ്ടത്, ഏതൊക്കെ മേഖലയിലാണോ നമ്മുടെ ജീവിതത്തിൽ പണിതുയർത്തേണ്ടത്, എവിടെയൊക്കെയാണോ നമ്മൾ ഇടിഞ്ഞു കിടക്കുന്നത്, എവിടെയൊക്കെയാണോ നമ്മൾ അതിന് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെ പണിയണം, ഇങ്ങനെ പല തലത്തിൽ കർത്താവിൻ്റെ അഭിഷക്തന്മാരിലൂടെയൊക്കെ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഉറപ്പാ, ആമേൻ, ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പുതിയൊരാളാക്കി മാറ്റും. നമ്മളെ തന്നെ പുതിയൊരു അഭിഷേകത്തിലേക്കും നിയോഗങ്ങളിലേക്കും എത്തിക്കുവാൻ കാരണമായി തീരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു വേദഭാഗം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 58-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടുതീർക്കുന്നവരെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്തനാക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. ഒരു
ശക്തമായിരിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ശക്തമായൊരു പ്രവചന ശബ്ദം. ആ പ്രവചന ശബ്ദം ഇങ്ങനെയാണ്: നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അസാധാരണമായിരിക്കുന്ന വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരിക്കുന്ന യെശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെട്ടു വരുന്ന ഒരു പ്രവചന ശബ്ദമാണ്. ഒരു ജനറേഷനെ കൊണ്ട് ശൂന്യപ്പെട്ട് കിടക്കുന്ന മേഖലകളെ പണിതെടുക്കുമെന്ന്. ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളെ കൊണ്ട്, നമ്മളെ കൊണ്ട് ഒരു സീസണിൽ പലർക്കും കഴിയാതെ പോയ, ശൂന്യമായി പരാജയപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ദൈവം നമ്മളെ കൊണ്ട് പണിയിപ്പിക്കാൻ പോവുക. എത്ര പേര് അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ഈ പലരെ കൊണ്ടും അസാധ്യമാണ്, അവരുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് പിന്തിരിഞ്ഞു പോയിട്ടുള്ളതും, ഇനി ഒരിക്കലും അത് പണിതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള മേഖലകളിലെല്ലാം അഭിഷേകത്തിനകത്ത് നിൽക്കുന്ന ഒരു തലമുറയെ കൊണ്ട് ദൈവം പണിതെടുക്കാൻ പോകുന്ന കാലഘട്ടമാണെന്ന് അത് വിശ്വസിച്ച് അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. അവിടെ വായിക്കപ്പെടുന്നു, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും എന്ന് വെച്ചിരുന്നാൽ പുരാതന ശൂന്യമായി കിടക്കുന്ന ഒരു മേഖല, തലമുറകൾ തലമുറകളായി ഇളകിക്കിടക്കുന്ന, ആമേൻ 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 കിടക്കുന്ന ആ മേഖലകളെ മുഴുവനും അടുത്ത ഒരു തലമുറയെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? കെട്ടിപ്പോക്കും. ഈ രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ ദൂത് നിങ്ങളുടെ അകത്തളങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പറ, എന്നെ കൊണ്ട് ഈ വരുന്ന വർഷം, ഇനി നമുക്ക് ഈ ആണ്ട് തീരാൻ 35 ദിവസങ്ങൾ കണ്ട് മാത്രം അവശേഷിക്കുന്നുണ്ട്. ഈ വരുന്ന സീസണിൽ, വരുന്ന വർഷങ്ങളൊക്കെ കർത്താവ് ചില പണികൾ ചെയ്യാൻ എന്നെ ദൈവം ഉപയോഗിക്കും. ആരൊക്കെയോട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ, ശൂന്യമായി കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന ആ മേഖലയിൽ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് പറയാൻ എത്ര പേര് ഈ രാത്രികളിൽ തയ്യാറാണ്? അങ്ങനെ ഉണ്ടോ എങ്കിൽ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടോ എങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, അസാധാരണമായ രീതികൾ കാര്യങ്ങൾ കർത്താവ് നമ്മളിൽ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനിടയായി തീരും. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്, കേട് തീർക്കുന്നവന് കുടിയിരിപ്പാൻ തക്കവണ യഥാസ്ഥാനമാക്കുന്നവനെന്ന് നിന്റെ പേര് പറയും, നിനക്കൊരു പേർ പറയും എന്ന് വെച്ചാൽ, ഒരു തലമുറയ്ക്കകത്ത് ശൂന്യപ്പെട്ട് കിടക്കുമ്പോൾ, ഒരു തലമുറയെ കൊണ്ട് ഒന്നും നടക്കാതെ പോയതാണെങ്കിൽ, അടുത്ത ഒരു തലമുറയുടെ കയ്യിലേക്ക് ചില പണികൾ ചെയ്തെടുക്കാൻ, ചില അഭിഷേകങ്ങൾ കർത്താവ് പകർന്നങ്ങോട്ട് കൊടുത്തിട്ട് പറയുക, നീ ചിലത് പണിതെടുക്കും, നിന്റെ പേര് തന്നെയായിരിക്കും കാലങ്ങളിലേക്ക് നിലനിൽക്കപ്പെടാൻ പോകുന്ന ഒരു ചരിത്രമാകാൻ പോകുന്നു എന്ന്. അതിന് ഒരു വ്യക്തമായ ഒരു ഉദാഹരണം കൊണ്ട്, ദൈവം ആരെ കൊണ്ടാണ് ഈ പണിയിപ്പിക്കുന്നത്? ഏത് സന്തതിയെ കൊണ്ടാണ് ദൈവം ഈ പണിയിപ്പിക്കുന്നത്? നമുക്കൊന്ന് ദൂതിലേക്കൊന്ന് കയറി വരാം അതിനെക്കുറിച്ച്. 2 ദിനവൃത്താന്ത പുസ്തകം 14 അധ്യായം അതിൻ്റെ 2 വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു തലമുറയെ കൊണ്ടാണ് ദൈവം പണിയിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു തലമുറയെ കൊണ്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് പറയുമ്പോൾ ഏത് തലമുറ പണിയുന്നേ? ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഹിതവും പ്രസാദകരവുമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, ഒരഭിഷേകത്തെ വഹിക്കുന്ന, ദൈവ പദ്ധതിക്കനുസരിച്ച് നിൽക്കുന്ന ഏത് തലമുറയാണോ അവനെ കൊണ്ട് ദൈവം പണിയിപ്പിക്കും. ഭയങ്കരമായിട്ട് ദൈവം പണിയിപ്പിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം, ഈ ദൈവം നമ്മളെ കൊണ്ട് പണിയിപ്പിക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നീ പണിയാൻ നിൽക്കുന്ന സമയത്ത് നിനക്ക് മുമ്പിൽ യുദ്ധങ്ങൾ ഉണ്ടാകത്തില്ല. അതിന് 2 ദിനവൃത്താന്തം 14 അധ്യായത്തിൻ്റെ തന്നെ 6 വാക്യമുണ്ട്.
യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്ത് സ്വസ്ഥത ഉണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലാകിയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ എന്ത് ചെയ്തു? പണിതു. ഇത് ആരെ കൊണ്ടാണെന്ന് അറിയാം? ആസയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന, ആസയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ വായിക്കപ്പെടുന്നത്. ആസയെ കൊണ്ട് പറയുന്ന ഒരു പ്രത്യേകമുണ്ട്. യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകിയാലും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരുവൻ ചലിക്കാൻ തുടങ്ങുമ്പോൾ അവന് എതിരെ നിൽക്കുന്ന ശക്തികളൊന്നും അവിടെ ഇല്ല. അതെല്ലാം അപ്രത്യക്ഷമാകുക, സ്റ്റോപ്പാകുക. ഇന്നലകൾ വരെ ചില തലമുറകൾക്ക് യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കുന്നവൻ്റെ മുമ്പിൽ യുദ്ധങ്ങൾ വഴിമാറും. അതിനൊരാമയും പറഞ്ഞാട്ട്, ചില യുദ്ധങ്ങൾ വഴിമാറും, ചില യുദ്ധങ്ങൾ വഴിമാറും. നീ സ്വസ്ഥതയോടുകൂടി ചിലത് കെട്ടിപ്പണിയും. എനിക്കറിയത്തില്ല, ഒരു ആത്മസാന്നിധ്യം ഞാൻ അതിനകത്ത് അനുഭവിക്കപ്പെടുന്നുണ്ട്. സ്വസ്ഥതയോടുകൂടി. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പണികൾ നടക്കാത്തതിൻ്റെ കാരണം എന്താ? സ്വസ്ഥതയില്ല. പണികൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഒന്നും ഫിനിഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു കാരണം മാറുമ്പോൾ അടുത്ത വിഷയം, ഒരു വിഷയം വരുമ്പോൾ മറ്റൊരു വിഷയം. എവിടെയോ ആത്മാവി കയറാൻ പറ്റുന്നില്ല. ഒന്ന് സ്പിരിച്വലിൽ ഒന്ന് വളർന്നു വരണമെന്ന് ചിന്തിച്ചാൽ നടക്കുന്നില്ല. ഏതെങ്കിലും വിഷയത്തിനകത്ത് നമ്മളെ കടന്ന് സ്ട്രഗിൾ അനുഭവിപ്പിക്കും. എന്നാൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ 52 ദിവസത്തിനകത്ത് നിന്റെ മേൽ ദൈവം തരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. നിന്നെ കൊണ്ട് ദൈവം പുരാതന ശൂന്യമായി കിടക്കുന്ന ദേശങ്ങളെ പണിയിപ്പിക്കും. പക്ഷെ ഒറ്റൊരു കാര്യമുണ്ട്, ആ പണി നടക്കുമ്പോൾ നിനക്ക് മുമ്പിൽ യുദ്ധങ്ങൾ ഉണ്ടാകത്തില്ല. ആമേൻ. ഇതൊരു ഭയങ്കര ഒരു വാക്തത്വം. ഈ പത്രോസിന്റെ മേൽ പറയുന്നൊരു വാക്തത്വം ഉണ്ട്. എന്താ പറയുന്നത്? പത്രോസിനോട് പറയും, പത്രോസേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല? ജയിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഏതൊക്കെ സാഹചര്യങ്ങൾക്കകത്തൂടെ കയറി വരുന്ന പ്രതിസന്ധികളാണെങ്കിലും പത്രോസ്, ഇതിനൊന്നും നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേലൊരു അസാധാരണമായ ഒരു അധികാരം യേശു കർത്താവ് അവൻ്റെ മേൽ ഇട്ടുകൊടുത്തിരിക്കുക. പത്രോസിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ പറയും, പത്രോസ്, നീ കമാൻഡ് ചെയ്താൽ, നീ ഭൂമി പറഞ്ഞാൽ, നീ ഭൂമി കെട്ടിയാൽ സ്വർഗത്തും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തും അഴിയപ്പെടും എന്ന് പറഞ്ഞാൽ അവനെ അത് പണിതെടുക്കാനുള്ള ഒരു അധികാരം കർത്താവ് അവൻ്റെ മേൽ ഇട്ടുകൊടുക്കുക. ഇതേപോലെയാണ് ആസയോട് പറയുന്ന ഒരു പാത. ആസ ദൈവത്തിന് ഇഷ്ടപ്രകാരം ചലിക്കുന്ന ഒരു തലമുറയായിരുന്നു. ആമേൻ. ആ വാക്കിന് കുറച്ചും കൂടെ ഒരു നല്ലൊരു ആമയും പറഞ്ഞു സ്വീകരിക്കുക. ദൈവത്തിന് ഇഷ്ടപ്രകാരം ചലിക്കുന്ന ഒരു തലമുറയായി ആസ മാറിയപ്പോൾ ആസ പണിയുന്ന സ്ഥലത്ത് യുദ്ധങ്ങളില്ലാതായി. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണ് പണിതപ്പെട്ടത്? ഒന്ന്, പിതാക്കന്മാർ ബാക്കി വെച്ചത് അല്ലെങ്കിൽ പണിതെടുക്കാൻ പറ്റാതെ പോയത് അടുത്ത തലമുറയായിരിക്കുന്ന ആസയിലൂടെ ദൈവം അത് ചെയ്തെടുത്തു. ഈ 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, അബിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. ഇനി അടുത്തൊരു വാക്ക് പ്രധാനപ്പെട്ടതാണ്. അവന്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം എന്ത് ചെയ്തു? സ്വസ്ഥതയുണ്ട്. ഒരു തലമുറ അല്ലെങ്കിൽ ഒരു അപ്പൻ, പിതാക്കന്മാര് അല്ലെങ്കിൽ അബിയാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അടുത്തൊരു പൊസിഷനിലോട്ട് കയറി നിന്നത് സാധാരണ ഒരു തലമുറയല്ല കയറി നിന്ന്. അഭിഷേകത്തെ വഹിക്കുന്ന, ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചലിക്കുന്ന ഒരു തലമുറ രാജസന്നിധിക്കകത്തേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത, അവൻ കയറി രാജസന്നിധി കയറി നിന്നതും അടുത്ത 10 കൊല്ലത്തേക്ക് ആ ദേശത്ത് ഭയങ്കര സ്വസ്ഥതയുണ്ടായി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ കയറി നിന്നാൽ
പലരും പരാജയപ്പെട്ട സ്ഥലമായിരിക്കും. അതാ ഞാൻ കുറിവാക്യം പറഞ്ഞ്, പലരും പരാജയപ്പെട്ട ശൂന്യമായി കിടക്കുന്ന സ്ഥലമായിരിക്കും. തലമുറയായി കിടക്കുന്ന ഇളകിക്കിടക്കുന്ന ദേശമായിരിക്കും. എന്നാൽ അഭിഷേകമുള്ള നീ കയറി നിന്നാൽ നിന്റെ മുമ്പിൽ ഭയങ്കര സ്വസ്ഥതകൾ ഉണ്ടാവും. സ്വസ്ഥതയോടുകൂടി നീ ദേശത്തെ കൈകാര്യങ്ങൾ ചെയ്യും. സ്വസ്ഥതയോടുകൂടി നീ ഭവനങ്ങളെ പിടിക്കും. സ്വസ്ഥതയോടുകൂടി നീ തലമുറകളെ പിടിക്കും. സ്വസ്ഥതയോടുകൂടി നീ രാജ്യങ്ങളെ പിടിക്കും. ആമേൻ. ആ കാരണം എന്ന് വെച്ചാൽ അതിന് ഒറ്റൊരു പ്രത്യേകതയുള്ളൂ. ദൈവത്തിന്റെ ഹിതപ്രകാരം ചലിക്കാൻ നിന്നാൽ നീ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, നിനക്ക് കൂടെ നിൽക്കുന്നത് കർത്താവാണ്. ആമേൻ. അതിന് പ്രത്യേകം പറയുന്ന പെട്ടെന്ന് ഈ ശന്ദ്രക്കമേശക്ക് അബേദ്നെഗോമൊക്കെ കർത്താവിന് വേണ്ടി നിന്ന തലമുറയാണ്. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി അവര് മൂന്നുപേരും കയറി അങ്ങോട്ട് നിന്നപ്പോൾ ശത്രു എന്ത് ചെയ്തു? വലിയൊരു തീച്ചൂള ഒരുക്കി. തീച്ചൂള ഒരുക്കിയപ്പോൾ അവരെ തീച്ചൂളയ്ക്കകത്തേക്ക് ഇടുന്നതിന് മുന്നമേ ദൈവം ആ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി. സ്തോത്രം. 3 തലമുറ തീച്ചൂളയ്ക്കകത്തേക്ക് മറ്റുള്ളവർ ഇടുന്നതിന് മുന്നമേ, ആ വാക്കിനൊരു പ്രാധാന്യമുണ്ട്. മുമ്പേ അവർക്ക് മുമ്പേ 4-മനായ കർത്താവ് ഇറങ്ങി നിന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? തീച്ചൂളകൾക്കോ പ്രശ്നങ്ങൾക്കോ അവരെ ദഹിപ്പിക്കാൻ പറ്റിയില്ല. ഇതിനകത്തുള്ളൊരു ദൂതി ഞാൻ പറയാം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മൾ നിന്നാൽ നമ്മൾ നിന്നു കൊടുത്താൽ മതി. ഒരു കാര്യം ഉറപ്പുണ്ട്, നമുക്ക് മുമ്പേ വേറൊരാളുണ്ട്. ആര്? കർത്താവ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ദേശത്ത് മുഴുവനും സ്വസ്ഥതയായിരിക്കുന്നേ. ദേശം മുഴുവനും സ്വസ്ഥതയിലേക്ക് കയറും. ദേശം മുഴുവനും കർത്താവിലേക്ക് കയറും. ഈ സ്വസ്ഥതയ്ക്കകത്തേക്ക് വന്നിട്ട് കർത്താവിന്റെ വചനത്തെ അവിടെ വായിക്കപ്പെടുന്ന എങ്ങനെ വായിക്കുന്നു? അബിയാവിന്റെ കാലഘട്ടത്തിൽ എവിടെയോ ഫുൾ സ്റ്റോപ്പായി പോയത് ആ അഭിഷേകത്തിനകത്ത് നിൽക്കുന്ന രാസ കയറി നിൽക്കുക. അഭിഷേകത്തിനകത്ത് നിൽക്കുന്ന ആസ കയറി അങ്ങോട്ട് നിന്നിട്ട് ദേശത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു നിയോഗം, മോനെ നീ എൻ്റെ ഹിതവും പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് 10 സംവത്സരത്തിലേക്ക് ദേശത്ത് സ്വസ്ഥതയുണ്ടാവും. എന്ന് വെച്ചാൽ നീ സ്വസ്ഥതയോടെ ഭരിക്കും, നീ സ്വസ്ഥതയോടെ ശുശ്രൂഷിക്കും, നീ സ്വസ്ഥതയോടെ സഞ്ചരിക്കും, നീ സ്വസ്ഥതയോടെ ആരാധിക്കും. നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ടാകും. ആമേൻ. നിന്റെ വീട്ടിനകത്ത് പല പണികൾ നടത്താൻ ദൈവം നിന്നെ ഉപയോഗിക്കും. അതിന് നിന്നെ തടുക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം എന്താ? ആമേൻ. കർത്താവിന്റെ പദ്ധതിക്കകത്താണ് നമ്മൾ കയറി നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്ലാനിനകത്താണ് നമ്മൾ കയറി നിൽക്കുന്നത്. ആമേൻ. ആ ഭാഗത്ത് അവിടെ വായിക്കപ്പെടുന്നു, യഹോവ അവൻ എന്ത് ചെയ്തു? വിശ്രമം നൽകിയുണ്ട്. ആ ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാൽ ആമേൻ ആ സംവത്സരങ്ങളിൽ യുദ്ധമില്ലാത്തത് കൊണ്ട് ആ സംവത്സരങ്ങൾ എന്ത് ചെയ്തില്ല? കണ്ടോ, 10 വർഷ സംവത്സരങ്ങളിൽ സ്വസ്ഥത ഉണ്ടായപ്പോൾ അവിടെ യുദ്ധം, ആ കാലഘട്ടത്തിൽ യുദ്ധമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നമ്മളെ കൊണ്ട് പണിയിപ്പിക്കുന്നേ. നിനക്ക് വിരോധമായി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് ആമേൻ ദേശത്ത് നമ്മുടെ സഭയെ ദൈവം പണിയും. ആമേൻ. നമ്മളെ പായിക്കാൻ നിൽക്കുന്ന ശക്തികൾക്കൊന്നും നമ്മളെ തൊടാൻ പറ്റാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ വെളിപ്പെടും. സ്വസ്ഥതയോടെ പണിയും. നല്ലൊരു ആമയും പറഞ്ഞതിന് സ്വീകരിക്കാം. സ്വസ്ഥതയോട് കൂടെ എന്ത് ചെയ്യും? ദൈവം നമ്മളെ പണിയിപ്പിക്കുവാനിടയായിത്തീരും. രാത്രി ഞാൻ പെട്ടെന്ന് 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. രാത്രി ഞാൻ പറയാം, ഒരു പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഒരു ശൂന്യതകൾ കണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിൽക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്ന, കൃപയ്ക്കകത്ത് നിൽക്കുന്ന, എവിടേക്കോ കൊതിയോടെ കർത്താവിൽ നിന്ന് ചിലത് ചെയ്യണം, എനിക്ക് കർത്താവിന് വേണ്ടി ചിലത് പ്രവർത്തിക്കണം, എനിക്ക് പുതിയൊരു വർഷം വരുക, എനിക്ക് ഇന്നലകളിൽ പോയി 2024 പോയതുപോലെ അല്ല, എനിക്ക് 2025 കർത്താവിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ കൊതിയുള്ളവരാരെങ്കിലുമൊക്കെ
ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്ന ഒരു പ്രവചന ശബ്ദം പറയാം. ഇതുവരെ കൈവച്ചിട്ടില്ലാത്തത്, ആരൊക്കെയോ തോറ്റ് പിന്മാറിപ്പോയ സ്ഥലത്തും എല്ലാം നിന്റെ പേര് മായ്ക്കാൻ പറ്റാത്തതുപോലെ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോവാ. കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോവാ. സ്തോത്രം പറയാം. കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോവാ. ആ കുറിവാക്യത്തിനകത്ത് കിടക്കുന്നൊരു ആഴമായൊരു വാക്കുണ്ട്. ആമേൻ, സ്തോത്രം. നീ എവിടെയാ പറയുന്നത്? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങൾ എന്ത് ചെയ്യും? പണിയും. എന്നിട്ട് തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ത് ചെയ്യും? നീ കെട്ടിപ്പൊക്കും. ദൂത് നോക്കിയേ, ശൂന്യതയ്ക്കകത്ത് കിടക്കുക മാത്രമല്ല, ജനറേഷൻ 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 ജനറേഷനായി ഒന്നും ആകാതെ, അടിസ്ഥാനമില്ലാതെ പൊളിഞ്ഞു കിടക്കുന്നതിനെ നിന്നെക്കൊണ്ട് ദൈവം കെട്ടിപ്പൊക്കിക്കും. സ്തോത്രം. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? എന്നെ കൊണ്ട് ദൈവം ചിലത് ഈ വരുന്ന സീസണിൽ കെട്ടിപ്പൊക്കിക്കും. പലയിടത്തും തോറ്റെടുത്ത്, പലരും തോറ്റുപോയെടുത്ത് നമ്മൾ ജയിക്കുന്നേ. പലരും പരാജയം എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയ സ്ഥലത്ത് ദൈവം നമ്മളെ ജയിപ്പിക്കുന്നേ. നമ്മളെ കൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് എതിരെ നിന്ന് എന്ന പലതും നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നേ. എന്നിട്ട് കർത്താവ് പറയുക, നിന്നെ കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കിക്കും. എന്നിട്ട് കേട് തീർക്കുന്നവനെന്നും കണ്ടോ, അതിനകത്തൊരു പദമുണ്ട്. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന തലമുറകളിൽ ഒന്നായി നീ മാറും. കേടുണ്ടാക്കിക്കൊണ്ട് ഒരു ദേശത്തെ മുഴുവനും ഒരു ശക്തി തകർത്ത് അടിസ്ഥാനങ്ങളെ പൊളിച്ചതാണെങ്കിൽ, നീയാകുന്ന ഒരു തലമുറ ദൈവസന്നിധിയിൽ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ നിന്റെ മേലൊരു പേര് വീഴും. അവൻ വന്നാൽ പ്രോബ്ലം സോൾവ് ആകും. എന്ന് വെച്ചാൽ ഇതൊരു പ്രോഫറ്റിക്കലായ ഒരു ദൂതി ഞാൻ പറയാം. നീ പ്രാർത്ഥിച്ചാൽ, നീ വന്നാൽ ആ വ്യക്തിയുടെ വിഷയത്തിന് പരിഹാരമാകും. ഇന്ന വ്യക്തി, നിങ്ങൾ എത്ര പേര് അതിന് ആമേൻ പറയാ? എൻ്റെ പേരിൽ അങ്ങനെ ഒരു അഭിഷേകം വീഴട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. നീ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകാം. ആ വ്യക്തി വന്നാൽ, ആശയോട് പറയാ, ആശ വന്നാൽ ആമേൻ, ദേശത്തിന്റെ കേട് മാറും. നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളൊന്ന് പറ, ഞാൻ ചെന്നാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ കോട്ടങ്ങളെ, അവിടുത്തെ ബലഹീനതകളെ, അവിടുത്തെ കേടുകളെ, അവിടുത്തെ ശൂന്യതകളെ ആമേൻ 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 ക്രമീകരിക്കാനുള്ള ഒരു അഭിഷേകം എൻ്റെ മേൽ ദൈവം തരുന്നു. എനിക്ക് ആ വാക്കിനകത്ത് ഭയങ്കര ഒരു ആത്മതലം ഫീൽ ചെയ്യുന്നത്, കേട് തീർക്കുന്നവനെന്നും കൂടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്തിനാക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. എന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് കർത്താവ് പണിയിപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അടുത്ത ഒരു തലമുറ നിന്നെക്കുറിച്ചൊരു സാക്ഷ്യം പറയും. ആമേൻ. അയ്യോ, അവൻ വരാതെ നടക്കത്തില്ല, അവൻ വരാതെ ആ കേട് മാറ്റാൻ പറ്റത്തില്ല. യോ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിശ്വസിക്കുക. അടുത്ത ലോക രാജ്യങ്ങളിൽ, അടുത്ത മേഖലകളിൽ, നിങ്ങളായിരിക്കുന്ന സഭകളിൽ, നിങ്ങളായിരിക്കുന്ന വീടുകളിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങളില്ലാതെ ആ കാര്യം നടക്കത്തില്ല. നിങ്ങളുടെ മേലാണ് ആ അധികാരം എന്ന് നിങ്ങൾ ഉറപ്പിച്ചു തരാമേൻ പറ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹാപദ്ധതി നമ്മുടെ കണ്ണുകൾക്കോ ചിന്തകൾക്കോ അപ്പുറമായിട്ടായിരിക്കും കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒന്ന് കർത്താവുമായി ബന്ധത്തിലൊന്ന് കണക്റ്റ് ആകാം. കർത്താവിനോട് പറ, കർത്താവെ എന്നെ കൊണ്ടൊന്ന് ഉപയോഗിക്കണേ. പലരും ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാൻ ചെയ്യാൻ റെഡിയാണ് കർത്താവെ. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കുകളിലൊന്നാണ്, ഐ ആം റെഡി കർത്താവെ, ഐ ആം റെഡി. കൂടുതലൊന്നും പറയാനില്ല. കർത്താവെ, ഐ ആം റെഡി. എന്താണോ ചെയ്യാനുള്ളത്, എന്താണോ ആഗ്രഹിക്കുന്നത്,
എങ്ങോട്ട്, എന്തിലേക്ക് പണിയാനാണോ, ഐ ആം റെഡി, ഞാൻ റെഡിയാ കർത്താവ്, എന്നെ അതിനെ ഉപയോഗിക്കേ എന്ന് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം തുടർമാനമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയുന്നൊരു വാക്ക്. നമ്മുടെ ബുദ്ധിക്കകത്തൊക്കെ നമ്മൾ ഒത്തിരി ഓടിയില്ലേ, നമ്മുടെ ശൈലിക്കകത്തേക്ക് ഓടാൻ നമ്മൾ ഒത്തിരി ഓടിയില്ലേ. ഇതിനെല്ലാം എടുത്തുനിന്ന് കളഞ്ഞിട്ട് കർത്താവിനോട് പറയാം, കർത്താവെ, അങ്ങയുടെ ഹിതത്തിനായി, അങ്ങയുടെ പദ്ധതിക്ക് എന്ത് ചെയ്യാൻ ഞാൻ റെഡിയാ. പുരാതന ശൂന്യത്തെ പണിയണോ? ഒരു തലമുറയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് പണിയണോ? ആമേൻ. പലരുടെ കോട്ടകളെ പണിയാൻ നിൽക്കണോ? ഞാൻ റെഡിയാ കർത്താവേ. ഇങ്ങനെയൊക്കെയുള്ള ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കയറിയാൽ ഒരു കാര്യം ഉറപ്പാണ്, നാം അറിയാതെ ഒരു അഭിഷേകത്തിൻ്റെ പേര് നമ്മുടെ മേൽ വെളിപ്പെടും. അടുത്തൊരു തലമുറ നിന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തൊരു തലമുറ, എത്ര പേർ അത് വിശ്വസിക്കുന്നു? അടുത്തൊരു ജനറേഷൻ, ഒരു കാലഘട്ടത്തെ നീ പണിത് കയറ്റുമ്പോൾ അടുത്തൊരു തലമുറ പണിതവൻ്റെ പേര് പറയാൻ കാത്തിരിക്കുക. ഓഹ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടം തലമുറകളെ പൈശാച ശക്തികൾ പണിതത് മുഴുവനും പൂർത്തീകരിക്കാതെ ഇടിച്ചു കളഞ്ഞെങ്കിൽ അഭിഷേകമുള്ള നിന്നെ കൊണ്ട് ദൈവം പണിത് ഉയർത്താൻ പോകുകയും അടുത്ത കാലഘട്ടത്തിൽ തലമുറകൾ നീ പറയും, അവൻ ഒരു കേട് തീർക്കുന്നവനായിരുന്നു, അവൻ വന്നാൽ അസാധ്യങ്ങൾ സാധ്യമാകുന്നതായിരുന്നു. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ, അവൻ വന്നാൽ അവൻ്റെ കൂടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവൻ വന്നാൽ അവൻ രോഗികൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുമായിരുന്നു. അവൻ വന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. കുഞ്ഞെ, ഈ രാത്രിയിൽ ഒന്ന് വിശ്വസിക്കേ, അത് ഞാനാണ്, അത് എന്നിലാണ് നടക്കുന്നത്, എന്നിലാണ് അത് വെളിപ്പെടാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ഞാൻ ആത്മാവിൽ ഉറപ്പിച്ചു പറയാം, ഒരു ലോങ് ജേർണി കുടുംബത്തിൽ, ഇൻഡിവിജ്വൽ, മിനിസ്ട്രിയിൽ, ചർച്ചിൽ, എല്ലാ മേഖലകളിലും അത് തുറന്നു വരാൻ പോവുക. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം വിടുക. ആസയുടെ കാലത്ത് യുദ്ധങ്ങൾ ഇല്ലാതെയായി. ആമേൻ. പട്ടണങ്ങൾ അവൻ പണിതു. ഈ രാത്രിയിൽ കർത്താവിനോട് പറ, ഞാൻ എഴുന്നേക്കാൻ റെഡിയാ, ഞാൻ മൂവ് ചെയ്യാൻ റെഡിയാ, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചലിക്കാൻ റെഡിയാ. പക്ഷെ കർത്താവേ, സ്വസ്ഥതയോടെ പണിയാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം. ആ വാക്കിനകത്ത് ഞാനൊരു ദൈവ സാന്നിധ്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വീടിൻ്റെ അകത്തുള്ള സ്വസ്ഥതയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, സ്പിരിച്വലിൽ കയറി വരാൻ പറ്റാതെ വ്യക്തികൾക്ക് ഭയങ്കര സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ആ സ്പിരിറ്റിനെ ഈ രാത്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തിട്ട് നിൻ്റെ വീട്ടിനകത്തൊരു സ്വസ്ഥതയുടെ തലങ്ങൾ ദൈവം തുറക്കാൻ പോകും. എന്നിട്ട് എവിടേക്കോ ശൂന്യമായി കിടക്കുന്നത് പലതും കർത്താവ് പണിതെടുക്കാൻ പോവുക. ആമേൻ. യുദ്ധങ്ങൾ ഇല്ലാതായതുപോലെ നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ യുദ്ധങ്ങൾ, സഭയുടെ മുമ്പിലുള്ള യുദ്ധങ്ങൾ, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കുക. ലേമേസിയാ തേരിയാൽ കമാന റോസിയാ തേൽ ബൗഷസിയാംതന. ആ യുദ്ധങ്ങൾ പലതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ ദൂതിനകത്ത് ഭയങ്കര ഒരു അഭിഷേകത്തെ ഞാൻ ഫീൽ ചെയ്യും. ചില നിൻ്റെ വീട്ടിൽ, നിൻ്റെ ലൈഫിനകത്ത് നിന്ന് നിന്നെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ചില യുദ്ധങ്ങൾ ഈ രാത്രിയിൽ അസ്തമിക്കാൻ പോവുകയാണ്. ഈ രാത്രിയിൽ അസ്തമിക്കാൻ പോവുകയാണ്. നീ സ്വസ്ഥതയോടെ ഇനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നീ സ്വസ്ഥതയോടെ ഇനി കാര്യങ്ങൾക്ക് മൂവ് ചെയ്യാൻ പോവുക. സ്വസ്ഥതയോടുകൂടി നീ പലത് കെട്ടിപ്പൊക്കാൻ പോവുക. സ്വസ്ഥതയോടെ നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നീ മൂവ് ചെയ്ത് കയറാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ അങ്ങനെ തന്നെ പ്രവചിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലമായി ഞങ്ങളെ നീ സ്തോത്രം ചെയ്യും. ഈ രാത്രിയിൽ
ഞങ്ങൾ ആത്മാവിൽ ആ ദൂതിനെ അങ്ങ് സ്വീകരിക്കുന്ന അപ്പായെ. അപ്പാ, ഞങ്ങൾ ഈ ദിവസങ്ങൾ പണിയാൻ റെഡിയാ. അപ്പൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ നിൽക്കാനും റെഡിയാ കർത്താവേ. എന്നാൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില യുദ്ധങ്ങൾ ദേശത്ത് നിന്ന് വഴിമാറട്ടെ. ഈ യുദ്ധങ്ങൾ ചിലത് വഴിമാറട്ടെ. സ്വസ്ഥതയോടെ പണിയാൻ, സഭ പണിത് ഉയർത്താൻ, മിനിസ്ട്രി പണിതുയർത്താൻ കർത്താവ് ഞങ്ങളെ ശക്തരാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ഞങ്ങളെ ഉപയോഗിച്ചാട്ട് ഈ ഡിവേഴ്സിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, ആമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന, യൂട്യൂബിലൂടെ കാണുന്ന, സൂമിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ വീട്ടിനകത്തും ഇൻഡിവിജ്വൽ ലൈഫിനകത്തും ഈ ദൂതിൻ്റെ ആത്മസാന്നിധ്യത്തിലുള്ള ഡെലിവറൻസ് അവരുടെ മേലെല്ലാം വെളിപ്പെടാൻ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതകൾ ഉണ്ടാകട്ടെ. ആമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്ന കർത്താവ് അങ്ങനെ ഒരു ആത്മതലം ചലിപ്പിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.